ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലവ് ഗെയിം ഇൻ ഈസ്റ്റേൺ ഫാന്റസി എന്ന സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഡെമോൺസിനെ പിടികൂടി, നമ്മുടെ ജോലി കഴിഞ്ഞു. ഇത് ഒഫീഷ്യൽ റെസിഡൻസ് ആണ്, ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്, നമുക്ക് പോകാമെന്ന് മുയാവു പറയുമ്പോൾ ഞാൻ വരുന്നില്ല, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ടെന്നും പറഞ്ഞ് ആരായിരിക്കും അവളെ ഉപദ്രവിക്കാനായി ഇത് കീറിയതെന്ന് ഷെങ് ചിന്തിക്കുന്നു. അപ്പോൾ അവിടെ നിന്നും ഒരു തലമുടി കിട്ടുന്നു. കഥയിലെ ലിന്യു അത് കീറിയപ്പോൾ അവളുടെ തലമുടിയാണ് അവിടെ ആയത്. അതെടുത്തിട്ട് ഇനി നീ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്ന് അവൻ ചിന്തിക്കുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം തലമുടി അവൻ നോക്കുന്നു. ലിന്നിന്റെ സഹായത്തോടെ അവർ ഡെമോൺസിനെ പിടികൂടിയെന്ന് ജോലിക്കാരൻ അച്ഛനോട് പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ, മോളെ നീ ചെയ്തത് നല്ല കാര്യമാ, നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാനത് വാങ്ങിത്തരാമെന്ന് അച്ഛൻ പറയുന്നു. എനിക്കൊന്നും വേണ്ട, അച്ഛൻ എപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി, റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അവൾ പറയുന്നു. ഡെമോൺസിനെ പിടികൂടിയവർക്ക് വേണ്ടി വലിയ വിരുന്നൊരുക്കണമെന്ന് അച്ഛൻ പറയുമ്പോൾ വയ്യാത്തതുകൊണ്ട് എണ്ണയുള്ള ആഹാരങ്ങളും വൈനും കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ജോലിക്കാരൻ പറയുന്നു. വിരുന്ന് വേണ്ട അച്ഛാ, ഡോക്ടർ പറഞ്ഞത് കേൾക്കണമെന്ന് ലിനിയു പറയുമ്പോൾ അവളുടെ സ്നേഹം കണ്ട് ഇത് എന്റെ മകൾ തന്നെയാണോന്ന് അച്ഛൻ ചോദിക്കുന്നു. ശേഷം അച്ഛൻ അവരോട് ഡെമോൺസിനെ പിടിച്ചതിന് നന്ദി പറയുന്നു. ഡെമോൺസിനെ പിടിക്കുന്നത് നമ്മുടെ ജോലിയാണ്, അതിനായി പറഞ്ഞിരുന്ന കാശും തന്നു, ഇതിന്റെ ആവശ്യമില്ലെന്ന് അവൾ പറയുന്നു. അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഷെങ് അവിടെ ഇരുന്ന് കഴിക്കുന്നു. തായ്ക്കങ്ങിലെ ആളുകൾക്ക് വേണ്ടി അച്ഛൻ അവരോട് നന്ദി പറഞ്ഞ് വൈൻ കുടിക്കുമ്പോൾ ഷെങ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മുയാവോ വൈൻ കുടിക്കാൻ പോകുമ്പോൾ അവൾക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് കുടിക്കാൻ പറ്റില്ല, അവൾക്ക് വേണ്ടി ഞാൻ കുടിക്കാമെന്നും പറഞ്ഞ് അവൻ അത് വാങ്ങി കുടിക്കുന്നു. അതൊന്നും ഷെങ്ങിന് ഇഷ്ടമാവുന്നില്ല. അച്ഛൻ ഷെങ്ങിന്റെ നേരെ വൈൻ കാണിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ വീണ്ടും അവൻ കഴിക്കുന്നു. അവനും പരിക്ക് പറ്റിയിട്ടുണ്ട്, അവന് വേണ്ടി ഞാൻ കുടിക്കാമെന്നും പറഞ്ഞ് ലിൻ അത് കുടിച്ചിട്ട് അവിടെ വീഴുന്നു. എന്നിട്ടും ഷെങ്ങിന്റെ എക്സ്പ്രഷന് പോലും ഒരു മാറ്റവുമില്ല. അവൻ അങ്ങനെ പെരുമാറിയതിന് മുയാവോ അവനോട് ദേഷ്യപ്പെടുന്നു. അയാളെ എനിക്ക് സംശയമുണ്ട്, അയാൾ കുറച്ച് ശമ്പളമുള്ള ഒരു സാധാരണ ഗവൺമെന്റ് ജോലിക്കാരനാണ്, എന്നിട്ടും അയാൾ ഇവിടെ ആഡംബരമായാണ് ജീവിക്കുന്നത്, അഴിമതി ചെയ്തായിരിക്കും അയാൾ ഇത്രയും കാശുണ്ടാക്കിയത്, അയാളുടെ മകൾ അതിനേക്കാൾ വലിയ ശല്യമാണെന്ന് ഷെങ് പറയുമ്പോൾ വെറുതെ ഓരോന്ന് പറയണ്ട, നമ്മൾ ഡെമോൺസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടണ്ട, മിക്കപ്പോഴും നീ കുട്ടികളെ പോലെയാണ് പെരുമാറുന്നതെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ മുയാവോ അവിടെ നിന്നും പോകുന്നു. അടുത്ത് മയക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന ലിന്നിനെയാണ് കാണിക്കുന്നത്. വാൻ അവൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ബൗൾ ചെറുതാണ്, ഇതിലെങ്ങനെ ഞാൻ കഴിക്കുമെന്ന് അവൾ ചോദിക്കുന്നു. മിസ് എപ്പോഴും ശരീരം നോക്കുന്ന ആളല്ലേ, തടി കൂടുമെന്ന് പറഞ്ഞ് കുറച്ചല്ലേ കഴിക്കാറുള്ളതെന്ന് വാൻ ചോദിക്കുമ്പോൾ ഇനി മുതൽ വലിയ പാത്രത്തിൽ എനിക്ക് ഫുഡ് തരണമെന്ന് അവൾ പറയുന്നു. മുന്നത്തെ മിസ് ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ച് ആഹാരമേ കഴിക്കുള്ളൂ, ആളുകളോട് എപ്പോഴും ദേഷ്യപ്പെടുമെന്ന് വാൻ പറയുമ്പോൾ അവളെ അവിടെ ഇരുത്തിയിട്ട്, മുന്നേ ഞാൻ അങ്ങനെ ആയിരുന്നു, ഒരുപാട് തെറ്റുകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനി മുതൽ ഞാൻ പുതിയ ഒരാളായിരിക്കും, മുന്നത്തെ എന്നെയാണോ ഇപ്പോഴത്തെ എന്നെയാണോ നിനക്കിഷ്ടമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ മിസ് പാവമാണ്, ഇപ്പോഴത്തെ മിസ്സിനെയാണ് ഇഷ്ടമെന്ന് വാൻ പറയുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പക്ഷെ ഈ ശരീരം ഭയങ്കര വീക്കാണ്, എക്സർസൈസ് ചെയ്ത് അത് ശരിയാക്കി എടുക്കാമെന്ന് അവൾ ചിന്തിക്കുന്നു. അങ്ങനെ അവൾ അച്ഛൻ്റെ അടുത്ത് വന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വ്യായാമം ചെയ്യാമെന്നും പറഞ്ഞ് അവളത് ചെയ്യുമ്പോൾ ഇതെന്താണെന്നും ചിന്തിച്ച്, ഞാൻ വയസ്സായി, എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ അത് കണ്ട് ഷെങ് അവിടേക്ക് വരുന്നു. അത് ഷെങ്ങിന് കൊടുത്തിട്ട് കുറച്ചു സമയം അവളുടെ കൂടെ വ്യായാമം ചെയ്യുമെന്നും പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ജോലിക്കാരും അച്ഛൻ്റെ പുറകെ ഓടുന്നു. അവൾ വ്യായാമം ചെയ്യുമ്പോൾ ഷെങ് അവളെ പിടിച്ചിട്ട് അവളുടെ ഒരു തലമുടി എടുത്തു നോക്കുന്നു. തലമുടി നോക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് മുന്നേ ഹെയർ മാസ്ക് വെച്ച് അവൾ അത് മറച്ചിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടതോർത്ത് അവൾ സന്തോഷിക്കുന്നു. നിനക്ക് 2 ജോലിക്കാർ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഒരാൾ എവിടെയാന്ന് ഷെങ് ചോദിക്കുന്നു. അപ്പോഴാണ് ആ കഥയിലെ ഹുവായ് എന്ന ജോലിക്കാരിയെ അവൾ ഓർക്കുന്നത്. ലിന്നിന്റെ ജോലിക്കാരിയായ ഹുവായിയെ കൊണ്ട് എന്തോ അവന് കൊടുക്കുന്നു. അവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റിനെ കുറിച്ച് ഫുയി ചോദിക്കുമ്പോൾ ഇതെന്റെ അമ്മ തന്നതാണെന്ന് അവൾ പറയുന്നു. അത് നിനക്ക് നല്ല ചേരുന്നുണ്ടെന്നും പറഞ്ഞ് ആ ബ്രേസ്ലെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. അവൻ അവളോട് അങ്ങനെ സംസാരിച്ചത് ലിന്നിന് ഇഷ്ടമാവുന്നില്ല. അടുക്കളയിലെ കുടിയനായ ജോലിക്കാരനെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിപ്പിക്കുമെന്ന് ലിൻ പറയുമ്പോൾ പാവം ഹുവായ് അവളോട് ക്ഷമ പറയുന്നു. അത് കേൾക്കാതെ ലിൻ അവിടെ നിന്നും പോകുന്നു. ആ വിവാഹം കാരണം അവൾ ആത്മഹത്യ ചെയ്യും. അത് ഇന്നായിരുന്നു. മാസ്റ്റർ മാർക്കറ്റിൽ പോയിട്ട് വന്നു, ഒരുപാട് പുതിയ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, മിസ്സിനെ വിളിക്കുവാണെന്ന് വാൻ പറയുമ്പോൾ ഹുവായിക്ക് എത്ര വയസ്സായെന്ന് അവൾ ചോദിക്കുന്നു. 17 വയസ്സാണെന്ന് വാൻ പറയുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട പ്രായമേ അവൾക്കായുള്ളൂ എന്നും ചിന്തിച്ച് അവളുടെ വീട്ടിൽ വയസ്സായ അമ്മയില്ലേ എന്ന് ലിൻ ചോദിക്കുന്നു. അതെ, അവൾ അമ്മയുടെ കൂടെയാ ജീവിച്ചിരുന്നത്, അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാ ഇവിടെ ജോലിക്ക് വന്നത്, ഇവിടുന്ന് കിട്ടുന്ന കാശെല്ലാം അമ്മയുടെ ചികിത്സയ്ക്കായി അവൾ അയച്ചു കൊടുക്കുമെന്ന് വാൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടമാകുന്നു. ഇതൊരു കഥയല്ലേ, ഞാൻ എന്തിനാ അതോർത്ത് വിഷമിക്കുന്നത്,
എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ കഥ തീർത്താൽ മതിയെന്ന് അവൾ ചിന്തിക്കുന്നു. ഷെങ് അവളോട് ഹുവായിയെക്കുറിച്ച് ചോദിച്ചതോർത്ത് ലിൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇതേ സമയം ഹുവായി കിണറിൽ ചാടി മരിക്കാൻ നിൽക്കുവാണ്. അവിടേക്ക് ഓടിപ്പോകുന്ന വഴിയിൽ അവിടെ ഉണ്ടായിരുന്ന മേശയിൽ തട്ടി താഴെ വീഴുമ്പോൾ അവളെ പിടിക്കാതെ ഷെങ് മാറുന്നു. അങ്ങനെ അവൾ താഴെ വീണിട്ട് നീ എന്താ എന്നെ പിടിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും കുറച്ചകലം പാലിക്കണമെന്ന് നീയല്ലേ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ മുയാവോ എന്ന് പറഞ്ഞ് അവന്റെ ശ്രദ്ധ തിരിച്ചിട്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇത്ര ധൃതി കാണിച്ച് ഇവൾ എവിടെയായിരിക്കും പോകുന്നതെന്ന് ചിന്തിച്ച് പവർ ഉപയോഗിച്ച് അവൻ അവിടേക്ക് പോയി ഹുവായെ രക്ഷിക്കുന്നു. ലിൻ അവിടേക്ക് വന്ന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ മരിച്ച നിന്റെ അമ്മയ്ക്കത് വിഷമമാവില്ലെന്ന് പറയുമ്പോൾ ആ കുടിയനെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് അവൾ പറയുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്, നീ അവനെ വിവാഹം ചെയ്യണ്ട, എന്റെ കൂടെ ജോലി ചെയ്ത് അമ്മയ്ക്കുള്ള കാശ് അയച്ചു കൊടുക്കാമെന്ന് ലിൻ പറയുമ്പോൾ ഹുവായി അവളോട് നന്ദി പറഞ്ഞ് ഇനി ഞാൻ ഫുയിയോട് സംസാരിക്കില്ലെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് ഷെങ് ചോദിക്കുമ്പോൾ എനിക്ക് അവളുടെ സ്വഭാവം അറിയാമെന്ന് ലിൻ പറയുന്നു. അവൾ ഫുയിയോട് സംസാരിച്ചത് കൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തത്, ആ കണ്ണാടി ഭൂതം എന്റെ സഹോദരിയെ ഉപദ്രവിച്ചപ്പോൾ നീ എവിടെയായിരുന്നെന്ന് ഷെങ് ചോദിക്കുന്നു. കല്യാണ പെണ്ണായി അഭിനയിച്ച് റൂമിലായിരുന്നെന്ന് അവൾ പറയുന്നു. അത് കീറിയതും നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ ഇപ്പോഴും എന്നെ സംശയിക്കുവാണോ, എന്റെ തലമുടി നീ നോക്കിയതല്ലേ എന്ന് അവൾ പറയുന്നു. അത് നിനക്കെങ്ങനെ അറിയാമെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവിടുള്ള എല്ലാവരുടെയും തലമുടി നീ നോക്കിയതല്ലേ, അങ്ങനെ എനിക്ക് മനസ്സിലായി. ഭൂതങ്ങളെ പിടിക്കാൻ വന്ന ഇവിടുത്തെ അതിഥിയാണ് നീ. പക്ഷെ ഒരുപാട് പ്രാവശ്യം നീ എന്നെ ചോദ്യം ചെയ്തു, അത് ശരിയല്ല. നിനക്ക് മുയാവോയെക്കുറിച്ച് പേടിയുണ്ടേൽ അവിടെ പോയി അവളുടെ അടുത്തിരിക്കണം, അല്ലാതെ എന്നോട് ദേഷ്യം കാണിക്കണ്ടെന്ന് ലിൻ പറയുന്നു. അത് കേട്ട് ദേഷ്യത്തോടെ ഷെങ് അവിടെ നിന്നും പോകുന്നു. ആ ലിനിയു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ ശരിയാക്കണം, എങ്ങനെയെങ്കിലും അവസാനം വരെ ജീവിക്കണമെന്ന് അവൾ ചിന്തിക്കുന്നു. അപ്പോഴേക്കും സിസ്റ്റം അവൾക്ക് അടുത്ത ടാസ്ക് കൊടുക്കുന്നു. മുയാവോടെ മരുന്ന് മാറ്റി ലുഫുയുടെ യാത്ര തടയണം, അതാണ് അവളുടെ അടുത്ത ടാസ്ക്. അങ്ങനെ അതിനായി അവൾ അടുക്കളയിലേക്ക് പോകുന്നു. ആ കഥയിലെ ലിന്യു മുയാവോടെ അസുഖം മാറാതിരിക്കാനായി മരുന്ന് മാറ്റുന്നു. ആ ദേഷ്യത്തിൽ ഷെങ് ലിന്യുവിന്റെ ഫാമിലിയെ മുഴുവൻ കൊല്ലുന്നു. അത് മാറ്റാനാണ് അവൾ ശ്രമിക്കുന്നത്. ശേഷം മരുന്ന് മാറ്റി വേറെ മരുന്നുമായി ലിൻ അവിടേക്ക് പോകുന്നു. ഷെങ്ങും അവിടെ നിൽക്കുന്നുണ്ട്. അത് വാങ്ങി ആദ്യം ഷെങ് കുടിക്കുന്നു. അതിൽ കുഴപ്പമില്ലെന്ന് മനസ്സിലാവുമ്പോൾ അവനത് മുയാവോയ്ക്ക് കൊടുക്കുന്നു. ഭാഗ്യം, ഇതിലെന്തേലും കുഴപ്പമുണ്ടായിരുന്നേൽ ഈ ചെക്കൻ എന്നെ കൊല്ലുമായിരുന്നെന്ന് അവൾ ആശ്വസിച്ച് നിൽക്കുമ്പോൾ വയ്യാതായി മുയാവോ അവിടെ വീഴുന്നു. നീ എന്റെ സഹോദരിയെ കൊല്ലാൻ നോക്കുവാണോന്നും പറഞ്ഞ് അവൻ അവളെ കൊല്ലുന്നു. വീണ്ടും അവൾ അടുക്കളയിൽ വരുന്നു. അങ്ങനെ വീണ്ടും മരുന്നുണ്ടാക്കി ലിൻ അവൾക്ക് കൊടുക്കുന്നു. അപ്പോഴും മുയാവോ വയ്യാതായി വീഴുന്നു. വീണ്ടും ഷെങ് അവളെ കൊല്ലുന്നു. വീണ്ടും അവൾ അടുക്കളയിലെത്തുന്നു. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ ഒരു മരുന്ന് ബുക്ക് നോക്കി വീണ്ടും മരുന്നുണ്ടാക്കി മുയാവോയ്ക്ക് കൊടുത്തിട്ട് അവൾ കർട്ടന്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴും അവൾ വയ്യാതെ വീഴുന്നു. അവൻ അവളെ വീണ്ടും കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം അവൾ മരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ തളർന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ മരുന്നിനല്ല, മരുന്നുണ്ടാക്കിയ പാത്രത്തിനാണ് പ്രശ്നമെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അത് മാറ്റാൻ അവൾ ജോലിക്കാരോട് പറയുന്നു. വീണ്ടും മരുന്നുണ്ടാക്കി അവൾക്ക് കൊടുക്കുന്നു. അവളത് കുടിച്ചിട്ട് ഭയങ്കര കയ്പാണെന്ന് പറയുമ്പോൾ അതല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേന്ന് അവൾ ചോദിക്കുന്നു. മരുന്നിൽ എന്തേലും കലർത്തിയോന്ന് ഷെങ് ചോദിക്കുമ്പോൾ മുയാവോ അവനെ വഴക്ക് പറഞ്ഞിട്ട് അവൻ എപ്പോഴും ഇങ്ങനെയാണ്, അത് കാര്യമാക്കണ്ടെന്ന് പറയുന്നു. രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയെന്ന് സിസ്റ്റം പറയുന്നു. അത് കേട്ട് സന്തോഷത്തോടെ ലിനിയോ അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഷെങ് അവളെ മാറ്റാൻ നോക്കുന്നു. നിനക്കെന്തേലും പറ്റുമെന്ന് കരുതി ഞാൻ ഒരുപാട് പേടിച്ചെന്ന് ലിൻ പറയുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയെന്ന് ചിന്തിച്ച് ഷെങ് അവരെ തന്നെ നോക്കിയിരിക്കുന്നു. ഫുയി അവിടേക്ക് വന്ന് നീ എന്താ പുറത്ത് നിൽക്കുന്നത്, മുയവോ ബോറടിച്ചിരിക്കുവല്ലേ, അവൾക്ക് വേണ്ടിയാ ഞാനിത് വാങ്ങിയതെന്ന് പറയുമ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അകത്തേക്ക് നോക്കെന്ന് ഷെങ് പറയുന്നിടത്ത് വെച്ച് എപ്പിസോഡ് തീരുന്നു.